കുറച്ച് ദിവസമായിട്ട് ഇവിടെയൊക്കെ നല്ല മഴയാണ് ഗൈസ്. ഈ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടിറങ്ങാൻ വേണ്ടിയിട്ട് നല്ല മടിയാണ് ഗൈസ്. എനിക്കല്ല, മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു കൊറിയർ വന്നിരിപ്പുണ്ടായിരുന്നു. മാത്രമല്ല ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീടത്തേക്ക് തള്ളി വെക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഷടപടേന്ന് പോയി എടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങോട്ട് എത്താനുള്ള വഴി അറിയാത്തതുകൊണ്ട് തന്നെ വിളിച്ച് ചോദിച്ചാണ് കേട്ടോ നമ്മൾ സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞ പാഴ്സലിന്റെ വലുപ്പം കണ്ടപ്പോൾ ലോഡിംഗുകാരെ വിളിക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കാണുന്ന പോലെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറ്റി അങ്ങ് വെച്ച് കേട്ടോ. അങ്ങനെ പാഴ്സലൊക്കെ എടുത്ത് ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ നേരെ കായംകുളം അക്കോഡിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, വണ്ടിയിൽ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതായത് ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ, അതൊക്കെ ഭംഗിയായിട്ട് അങ്ങോട്ട് പാസ്സാക്കിയിട്ട് നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദാ കിടക്കുന്ന അടുത്ത പണി, അതായത് നമ്മുടെ നെയിമിംഗ് സെറമണിയുടെ, അതായത് നമ്മുടെ കുഞ്ഞു ബേബൂസിന്റെ നെയിമിംഗ് സെറമണിയുടെ ഡെക്കറേഷന്റെ പരിപാടികളൊക്കെ ഭാഗികമായിട്ട് മൊത്തത്തിൽ ഞാനായിരുന്നു കേട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പൂ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആയതുകൊണ്ട് തന്നെ 3-4 മണിക്കൂർ ഒറ്റ ഇരിപ്പിനിരുന്ന് കുത്തിയിരുന്ന് കെട്ടേണ്ടി വന്നു കേട്ടോ. അതിന്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണെന്ന്. അപ്പൊ അത്രയുള്ളൂ. ടാറ്റ.